ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ക്യാരമൽ പായസം ഉണ്ടാക്കിയാലോ. ക്യാരമൽ സേമിയ പായസം. വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് എല്ലാം വറുത്തെടുക്കണേ. അത് അണ്ടിപ്പരിപ്പ്, കുന്തിരിങ്ങ, സേമിയ എല്ലാം. അപ്പോൾ സേമിയ നമുക്ക് ആദ്യം വറുത്തെടുക്കാം. ഞാനൊരു 400 ഗ്രാമോളം സേമിയ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആവത്തക്ക സമയം വരെ നമ്മൾ വറുത്തെടുക്കണേ. അങ്ങനെ നമ്മുടെ സേമിയ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ കശുവണ്ടി പരിപ്പ് വറുത്തെടുക്കാവേ. കശുവണ്ടി പരിപ്പ് വറുത്തെടുത്ത് ഇനി അടുത്ത് നമുക്ക് നമ്മുടെ മുന്തിരിങ്ങ, കിസ്മിസ്, അങ്ങനെ നമ്മുടെ മുന്തിരിങ്ങ നെയ്യിൽ കിടന്ന് നന്നായിട്ട് വീർത്ത് വന്ന് നല്ല മുരിഞ്ഞ് വന്നേ. അങ്ങനെ മുന്തിരിങ്ങയും റെഡിയായേ. ഇനി നമുക്ക് പഞ്ചസാര ആ പാനിലോട്ട് തന്നെ ഇട്ടാൽ മതി. ആ പാനിൽ നമ്മൾ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ക്യാരമലൈസ് ചെയ്യണ്ടേ. അതിന് വേണ്ടി നന്നായിട്ടത് വറുത്തെടുക്കുക. കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് കുറേ സമയം ഇളക്കിക്കൊണ്ടിരിക്കണം. അന്നേരം നന്നായിട്ടത് കളർ മാറി മാറി വന്ന് വെള്ളം പോലെ ആവും. അങ്ങനെ ഇളക്കി നല്ല ബ്രൗൺ നിറത്തിലായ പഞ്ചസാരയെ ഇതുപോലെ വരണം. നല്ലപോലെ ബ്രൗൺ നിറത്തിലായ. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ഇടാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടാം. സാര റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ പാലൊഴിച്ച് കൊടുക്കണേ. അതിലോട്ട് തന്നെ ഒഴിക്കണം, അല്ലാതെ മാറ്റിയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് തൊട്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അത് തിളയ്ക്കുമ്പോൾ അതിലങ്ങ് അരിഞ്ഞ് മാറിക്കോളുവേ. ഞാൻ 1/2 ലിറ്റർ പാലൊഴിച്ച് ആദ്യമേ, പിന്നെ തിളപ്പിച്ച് വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സേമിയ ഉണ്ടാക്കുമ്പോൾ കുറുകത്തില്ലേ, അന്നേരം ഒഴിക്കാൻ വേണ്ടിയേ. ഇനി ആ പാല് നല്ലതായിട്ട് തിളച്ച് വരുന്നതിനനുസരിച്ച് ക്യാരമലായ പഞ്ചസാരയിലെ അത് നന്നായിട്ട് അലിഞ്ഞ് മാറിക്കോളൂ അതിനകത്ത്. ഇതാ കണ്ടോ, നമ്മുടെ പഞ്ചസാര എല്ലാം അലിഞ്ഞലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ പാലിൻ്റെ കളർ മാറി വേറൊരു കളർ വന്ന് കണ്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കുന്നതിന്. നല്ല സൂപ്പറാണ്. അല്ലാതെ നമ്മൾ പാലൊഴിച്ച് പഞ്ചസാര ഇട്ട് ചെയ്യുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആദ്യം നമ്മൾ സേമിയ ഇട്ട് കൊടുക്കണം. സേമിയ ഇട്ട് അത് നന്നായിട്ട് ഇളക്കി, കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 3-4 ഏലക്കയും കൂടെ പൊടിച്ച് വെക്കാം. നമ്മുടെ സേമിയ പാതി മുക്കാലും വേവായി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതും കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് വേവാൻ വേണ്ടിയാണ്. അതും തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇച്ചിരി പാല് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സേമിയ വെന്ത് വരുന്നതിനനുസരിച്ച് പാല് ഇച്ചിരി വറ്റി വരുവേ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാം, നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് പാലൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ നമ്മുടെ അടിപൊളി ക്യാരമൽ സേമിയ പായസം റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്.
ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസമാണല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.